മനുഷ്യൻ സസ്യബുക്കാണോ മാംസബുക്കാണോ അതോ മിശ്ര ബുക്കാണോ? ഇവിടെ ആരുടെയും വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഇപ്പൊ എൻ്റെ അഭിപ്രായത്തിനോ പഴയിടത്തിന്റെ അഭിപ്രായത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലച്ഛൻ്റെ അഭിപ്രായത്തിനോ ഒന്നും ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ല. ശാസ്ത്രീയമായി നമ്മൾ ആരാണ് എന്നാണ് ഇവിടെ അന്വേഷിക്കുന്നത്. അതിന് ശരീരഘടനയിലും പ്രവർത്തനത്തിലുമുള്ള സവിശേഷതകൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. പരിണാമ വഴികളിൽ നിന്ന് നമുക്ക് ലഭിച്ച അറിവുകൾ, പിന്നെ ജനിതകശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വ്യക്തമായിട്ടുള്ള ചില വസ്തുതകളൊക്കെ നമുക്കിവിടെ ഒന്ന് ഓടിച്ച് നോക്കാം. മനുഷ്യന്റെ ശരീര ശാസ്ത്രത്തെ പറ്റി, അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ, പരിണാമശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ജനിതക ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി ഒരു വിശകലനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം അനാട്ടമിക്കൽ നോക്കുമ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥ തുടങ്ങുന്നത് വായിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വായിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ പല്ലുകളുടെ ഘടന ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, മാംസബുക്കുകളായിട്ടുള്ള ജീവികൾ, കടുവയെ പോലുള്ള മാംസബുക്കുകളായിട്ടുള്ള ജീവികൾക്ക് എല്ലാം കൂർത്ത നീളമേറിയ പല്ലുകളായിരിക്കും. കനൈൻസ്, കോമ്പല്ലുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ടൈപ്പ് പല്ലുകളായിരിക്കും അവർക്ക് കൂടുതൽ. അതേസമയം സസ്യബുക്കുകളായിട്ടുള്ള പശുവിനെയൊക്കെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പരന്ന എന്നാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള മോളാർസ് ടൈപ്പ് പല്ലുകളായിരിക്കും. അവർക്ക് കോമ്പല്ലുകൾ ഒന്നുകിൽ കാണില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറുതായിരിക്കും സസ്യബുക്കുകളായിട്ടുള്ള ജീവികളിൽ. അതേസമയം മനുഷ്യന്റെ പല്ലുകളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ പല്ലുകൾ, ഇപ്പൊ നടുക്ക് കാണുന്ന നമ്മുടെ പല്ലുകൾ, അതിന് ഇൻസിസേഴ്സ് എന്ന് പറയും. ഇൻസിസേഴ്സ് നമുക്ക് ഭക്ഷണം കടിച്ചെടുക്കാൻ അല്ലെങ്കിൽ കീറിയെടുക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞു വരുന്ന കനൈൻസ്, നമ്മൾ മാംസബുക്കുകളായിട്ടുള്ള ജീവികളിൽ കാണുന്ന കൂർത്ത ടൈപ്പ് പല്ലുകളാണ്. അപ്പോൾ ആ പല്ലുകൾ ഉപയോഗിച്ച് നമുക്ക് മാംസം കടിച്ച് കീറിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന ടൈപ്പ് പല്ലുകളാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വായ്ക്കകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പശുവിലൊക്കെ കാണുന്ന പോലുള്ള പരന്ന ടൈപ്പ് പല്ലുകൾ, മോളാർസും പ്രീ മോളാർസും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ പല്ലിന്റെ ഘടനയിലുള്ള വ്യത്യാസം പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ കീഴ്ത്താടിയുടെ ചലനം. ഈ പശുവൊക്കെ അയവെട്ടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് മുകളിലേക്കും താഴേക്കും ഒക്കെ നമ്മൾ സാധാരണ ചവയ്ക്കുന്ന പോലെ ചവയ്ക്കുന്നതിനൊപ്പം തന്നെ ഈ കീഴ്ത്താടി വശങ്ങളിലേക്കും കൂടി ചലിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അകത്തുള്ള ഭക്ഷണം ഗ്രൈൻഡ് ചെയ്ത് അതിനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയാണ് ഇത് ഇറക്കുന്നത്. അപ്പോൾ അതേ ചലനങ്ങൾ മനുഷ്യനിലുണ്ട്. എന്നാൽ പ്യുവർ മാംസബുക്കുകളായിട്ടുള്ള ജീവികളിൽ ഈ സൈഡിലേക്കുള്ള കീഴ്ത്താടിയുടെ ചലനം അപൂർവമായിട്ട് മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പല്ലിന്റെ ഘടനയും അല്ലെങ്കിൽ കീഴ്ത്താടിയുടെ ഘടനയുമുള്ള ഈ സമ്മിശ്രമായിട്ടുള്ള ഒരു സ്വഭാവം സൂചിപ്പിക്കുന്നത് മനുഷ്യന് സസ്യജന്യമായിട്ടുള്ള ഭക്ഷണവും ജന്തുജന്യമായിട്ടുള്ള ഭക്ഷണവും ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്.